ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെട്ട് കഷ്ണം തുണികളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന, പൈസ ലാഭിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആണ് കേട്ടോ. ഇതിൽ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം ആ ചുരിദാർ ഏതായിരുന്നു എന്നുള്ളത്. അത് ഷോർട്സ് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. ഷോർട്സ് കൊടുക്കാം അതിനകത്ത്. അപ്പോൾ അത് കണ്ടു നോക്കി നോക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കി. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത്, നമ്മുടെ സ്ലീവിൻ്റെ എടുക്കുന്ന ഭാഗത്ത് വന്ന ബാലൻസുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന്, ആ ഒരു ഭാഗത്തു നിന്നുള്ള തുണിയാണ് ഇപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, രണ്ടും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിത് വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലാണ് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിത് എടുക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോൾ എന്ത് വേണം, ആർച്ച് ഭാഗം വരുന്ന രീതിയിലുള്ള റൗണ്ട് ഷേപ്പ്, ആ ഷേപ്പ് ആ താഴെ ഭാഗം ഈക്വൽ ആയിരിക്കണം. അല്ലാതെ കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെ എടുക്കരുത്. അങ്ങനെ എടുത്താൽ നമ്മുടെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഈക്വലായി വരില്ല. ആ ഒരു പോയിന്റ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയൊരു അളവിൽ എടുത്താൽ മതി. തുണിയുടെ വലിപ്പം ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ചെറുതാക്കി എടുത്തേക്കണം കേട്ടോ. തുണി വലുതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വലുതാക്കി എടുക്കാം. നമുക്ക് ചെറിയ തുണി ആയതുകൊണ്ട് അതിനനുസരിച്ച് ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിട്ട് തയ്ക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് തയ്ക്കുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. നൂല് അവിടെ നിന്ന് അഴിഞ്ഞ് പിൻ ചെയ്ത് കെട്ടിട്ട് തയ്ച്ചില്ല എങ്കിൽ അവിടെ നിന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ അത് നമുക്ക് സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കുമ്പോൾ അത് അവിടെ നിന്ന് അതിന് താഴത്തെ കൂടെ പോകാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ രീതിയിൽ കെട്ടിട്ട് തന്നെ തയ്ക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിഫ് വയ്ക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റിഫ് വയ്ക്കൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന്, നമ്മുടെ സ്ലിറ്റൊക്കെ വരുന്ന ഭാഗത്തു നിന്നുള്ള ബാലൻസ് തുണി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സൈഡ് തേരുവശമാണ്, ഒരു സൈഡ് തേരുവശമല്ല. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നു. ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കി വീണ്ടും അകൈൻ ഒന്ന് മടക്കുന്നു, ആ രീതിയിൽ എടുക്കുന്നു. പിന്നെ ഇതിനെ ഈ ഒരു അളവിലാണ് നമുക്ക് വേണ്ടോ, ചെറിയ ഒരു ബാഗായിട്ട് രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒന്നൊരളവിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യുന്നത് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഭാഗം പ്രധാന പോയിൻ്റാണ്. നമ്മൾ താഴെ ഭാഗം ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തെരുവശം ഉള്ള ഭാഗത്ത് നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നു, ബാക്കിയുള്ള ഭാഗം നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് വെച്ചാണല്ലോ. പിന്നെ അതിനെ പകുതിക്കായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് വള്ളിയായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, നമുക്ക് ആ വള്ളി വയ്ക്കുന്ന സ്ഥലത്തിന് രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പുള്ള ഭാഗം ഒഴിവാക്കിയിട്ടിട്ട് നമ്മളതിനെ ഒന്ന് സെൻറ്റർ ചെയ്തു. ആ സെൻറ്റർ ചെയ്ത ശേഷം ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വള്ളി വയ്ക്കുമ്പോൾ ഈ വള്ളിയുടെ തുമ്പ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള തയ്പ്പ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തിൽ കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ വള്ളി തയ്ച്ചെടുത്ത് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടവശത്താണ് നമ്മൾ വച്ചിരിക്കുന്നത് കേട്ടോ. പൊട്ടവശത്ത് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് നമ്മൾ തയ്ച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ ആ വള്ളി കൃത്യമായിട്ട് എന്നിട്ട് മറഞ്ഞും തിരിഞ്ഞൊന്നും വരാത്ത രീതിയിൽ വെച്ചോളൂ കേട്ടോ. വള്ളി വയ്ക്കുമ്പോൾ നമ്മൾ മറയാതെ രീതിയിൽ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വള്ളി മറയാതിരിക്കണം. വള്ളി അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ഓക്കെ. എന്നിട്ട് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് നമുക്ക് ഔട്ടറിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ കറക്റ്റ് തെറ്റ് ഭാഗത്തല്ല വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഏറ്റവും മുകൾ ഭാഗം നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ തേരുവശമാണ്. അപ്പോൾ നമുക്കത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കേട്ടോ. പക്ഷേ നമ്മൾ ഇത് നമ്മുടെ പിടി വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം കാണാത്ത രീതിയിൽ വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് താഴത്തേക്കാണ് നമ്മൾ വള്ളി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് കവർ ചെയ്ത് വെച്ച് തയ്ച്ചു. ഓക്കെ. പൊട്ടവശത്താണ് നമ്മൾ തയ്ച്ചത്. ഇനി അതിനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുമ്പോൾ ഈ വള്ളി വയ്ക്കുന്ന ഭാഗത്ത് കുറച്ചധികം പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നന്നായി സ്ട്രോങ് ആയി സ്റ്റിച്ച് ചെയ്താലാണ് നമ്മൾ അതിനകത്ത് സാധനങ്ങൾ വയ്ക്കുമ്പോൾ താഴെ പോകാണ്ടിരിക്കത്തുള്ളൂ. ആ ഒരു നല്ല രീതിയിൽ സ്ട്രോങ് ആയി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് തയ്ച്ചെടുക്കണം. പിന്നെ പിന്നൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് തയ്ച്ചെടുക്കുക. രണ്ട് ഭാഗത്തും വള്ളി വയ്ക്കുന്ന ഭാഗത്തും നമ്മൾ സ്ട്രോങ് ആയി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്ച്ചാൽ 1 പ്രാവശ്യം തയ്ച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മൾ എഗെയിൻ ഒന്നുകൂടി അപ്പുറത്തെ ഭാഗത്തേക്കും തയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാം. ഇത് നമ്മൾ കുറച്ച് പ്രാവശ്യം തയ്ക്കുന്നുണ്ട്, നമ്മൾ സാധനങ്ങൾ വയ്ക്കുമ്പോൾ താഴത്തേക്ക് പോകാതിരിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മാത്രമല്ല, ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഇടുന്ന ലൈക്കുകളാണ് എനിക്ക് കൂടുതൽ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സന്തോഷം, എനർജിയൊക്കെ ഉണ്ടാവുക. ലൈക്ക് കൂടുതൽ എണ്ണം കിട്ടുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ വരിക കേട്ടോ. നമുക്ക് ഇന്നറിൽ മോട്ടിവേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അടുത്ത പുതിയ കണ്ടൻറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരിക. ലൈക്കുകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു തോന്നലായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവർ സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട്, നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ പതിച്ചടിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. ഇനി അതിന് ശേഷം ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം തയ്ച്ച ശേഷം നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, രണ്ട് സൈഡും കൂടി ഫ്രണ്ടും ബാക്കും കൂടി ജോയിൻ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഈ പി കാണിക്കുന്ന ഈ പോയിന്റുകളൊക്കെ താഴെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ബാക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മറച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ തയ്ച്ച ഭാഗത്തേക്ക് കട്ടിങ് വരരുത്. അതിനേക്കാളും ഒരു പോയിന്റ് നമ്മൾ മുകളിലോട്ട് നിന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം. കൂടുതലായിട്ട് കട്ട് ചെയ്താൽ നമുക്കത് ദോഷമായിട്ട് വരും. കുറച്ച് വൈഡ് കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ, ട്രയാങ്കിളിൻ്റെ വൈഡ് കൂട്ടി ചെയ്യാം. പക്ഷെ അതേസമയം നമ്മൾ ആ തയ്ച്ച പോയിന്റിലേക്ക് വരരുത്. ഒരു പോയിന്റ് നമ്മൾ സ്പേസ് മാറ്റിയിട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്കത് മറച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഈ ചെറുതായിട്ടൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല താഴെ ഭാഗം നേരിയ രീതിയിൽ. നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കവർ ചെയ്ത് കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അല്ല ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഫുൾ റൗണ്ട് 3 ഭാഗവും നമ്മൾ വെറുതെ ഇങ്ങനെ തയ്ച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ ഇടാനായിട്ട് സ്പേസ് കിട്ടത്തില്ല. അതിനകത്ത് താഴെ ഭാഗം തീരെ ഒരു വിസ്താരമില്ലാത്ത വരും. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെറിയ രീതിയിലാണ്, നമ്മൾ തുണിയുടെ അളവ് കുറവുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, ആർച്ച് പോലത്തെ ഭാഗത്ത് ആർച്ച് പോലെ തന്നെ വെച്ച ശേഷം വേണം ഇതേപോലെ ആ ഒരു ട്രയാങ്കിളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ കിട്ടത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ കിട്ടത്തില്ല, ബാഗൊക്കെ കൊള്ളാവും. അപ്പോൾ നമ്മൾ ആർച്ച് പോലുള്ള ഭാഗം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി, ഒരുപാട് അങ്ങോട്ട് വലുതാക്കി എടുത്ത് കട്ട് ചെയ്യരുതേ. അങ്ങനെ വരുമ്പോൾ ഭയങ്കര വൈഡായിട്ട് വരും, അതൊരു അപാകതയായിട്ട് വരും, ഭയങ്കര വലുപ്പമായിട്ട് വരും. എന്ത് സാധനം വെച്ചാലും തുറന്നിരിക്കുന്നത് പോലെ ഇരിക്കും. അത് ഒരു ക്ലോസിങ് ഇത് വരില്ല, ആ ഒരു സഞ്ചിക്ക് ഒരു ക്ലോസിങ് വരത്തില്ല. നമുക്ക് കടകളിലൊക്കെ പോകുമ്പോൾ പാല് മേടിക്കാനും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ, വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് കൊണ്ടുപോകാനായിട്ടും ഇത് ഡെയിലി യൂസ് ആയിട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പുറത്തേക്ക് ഇങ്ങനെ ട്രാൻസ്പാരൻറ്റും അല്ല, കഴുകി ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അടുത്തുള്ള കടകളിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമ്മുടെ ബാഗ്, വാനിറ്റി ബാഗിൽ ഇത് വെച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.